ഇറ്റ്സ് മീ ചിക്കുസ്, യു ആർ വാച്ചിങ് സ്റ്റോറീസ് ഓഫ് ചിക്കുസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ഒരു വ്ളോഗാണ്. അങ്ങനെ നമ്മുടെ റിമി ചേച്ചി ഇവിടേക്ക് വരുന്നുണ്ട്. ഒരു ലൈവ് ഗാനമേളയ്ക്ക് വേണ്ടി റിമി ടോമി ലൈവിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളും കാണാൻ പോകുന്നുണ്ട്. അമ്പലപ്പറമ്പിലേക്കാണ് വരുന്നത്, അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൽ. അപ്പോൾ ഇതൊരു വീഡിയോ നൈറ്റാണ്, 6:30ക്കാണ് വരുന്നതെന്ന് പറഞ്ഞത്. എപ്പോഴാണ് എത്തുകയെന്ന് അറിയില്ല, കുറച്ച് ലേറ്റ് ആവും. എന്തായാലും റിമി ചേച്ചി അല്ലേ, കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ എൻ്റെ റിമി ചേച്ചിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റിമി ടോമി ലൈവ് പ്രോഗ്രാം വ്ളോഗായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോവാം. നമ്മളിപ്പോൾ പരിപാടി എടുക്കുന്ന സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പരിപാടി എടുക്കുന്ന സ്റ്റേജ്. ഇവിടെ കണ്ട് റിമി ടോമി വരുന്നത്. ഇതൊരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, തീയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ തന്നെ അത്യാവശ്യം തിരക്കായിട്ടോ. ആ ലാസ്റ്റ് ഫ്രണ്ടിലത്തെ പ്രധാനപ്പെട്ടവർക്കുള്ളതും ഇത് സാധാരണക്കാർക്കുള്ള സീറ്റുകളാണ് കേട്ടോ. 7 മണി കഴിഞ്ഞു. ഇതായിട്ട് റിമി ടോമി എത്തിയിട്ടില്ല. എല്ലാവരും കാത്തിരിപ്പിലാണ്. ലൈറ്റും പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ. തിരക്ക് കൂടി തുടങ്ങി. രാത്രി സീറ്റ് ഇവിടുത്തെ കഴിഞ്ഞു. ഇനി അപ്പുറത്തെ റോഡിൽ എല്ലാവരും നിന്ന് ഇരിക്കിട്ട് കേട്ടോ. കണ്ട ലൈറ്റും അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. മുഖത്തൊക്കെ ലൈറ്റ് അടിക്കുന്നത് ഭയങ്കര രസമാണ്. പിന്നെ തീപ്പൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ പേര് ബ്രിഡ്ജ് ബോയ്സ് ആണ് കേട്ടോ. റിമി ടോമി വന്നിട്ടില്ല. 6:30 വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ സമയം 8 മണി. ഇതായിട്ട് റിമി ടോമി വന്നിട്ടില്ല. സ്റ്റേജൊക്കെ ഇരുട്ടാക്കി. വെളിവഴിയിലുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും നമസ്കാരം. അയ്യോ എന്തൊരു എനർജി! എത്ര നാളായിട്ട് ഇങ്ങനെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഒക്കെ കാണും. ചേച്ചി
ഇതെല്ലാം കാണുന്നുണ്ടാ? ഇന്ന് അടുത്ത ദിവസമാണ്. ഇന്നലെ രാത്രി പ്രോഗ്രാം ഒരു 11 മണിയായി കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ വീട്ടിൽ വന്നു. വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, ഉറക്കമൊക്കെ വന്നു. അപ്പോൾ അന്നേരം പിന്നെ ഇടയിൽ പ്രോഗ്രാമിൻ്റെ ഇടയിലൊന്നും പറയാനും പറ്റില്ല, കാരണം വ്ളോഗ് എടുക്കാനും പറ്റില്ല, കാരണം നല്ല സൗണ്ടായിരുന്നു. അത്രയ്ക്ക് സൗണ്ടും ബാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റിമി ടോമി ചേച്ചിയുടെ പറയണ്ടല്ലോ, പിന്നെ നല്ല സൗണ്ടും നെഞ്ചത്തൊക്കെ ഇടി കിട്ടുന്ന പോലെ സൗണ്ടാണ്. ആ പ്രോഗ്രാം സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ പ്രോഗ്രാം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് വീഡിയോയിലൊക്കെ, വ്ളോഗിൽ. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല വ്ളോഗിൽ, കാരണം ഒന്നും എൻ്റെ സൗണ്ട് വോയിസ് ഒന്നും കേൾക്കില്ല വീഡിയോയിൽ, കാരണം അത്രയ്ക്ക് സൗണ്ടാണ് മൊത്തം. പ്രോഗ്രാം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഫുൾ നിറഞ്ഞു. 10 മണി 11 മണി കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റിമി ചേച്ചി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. 8 മണി വന്നപ്പോൾ, 6:30-ക്ക് തുടങ്ങുന്നത് പറഞ്ഞത്, 8 മണി വന്നപ്പോൾ. അപ്പോൾ എന്നാലും 10:30-11 മണി വരെ ഉണ്ടായിരുന്നു ഷോ. ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുൾ പാട്ടും കാര്യങ്ങളൊക്കെ, കൊളാഷ് പോലെ പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ നേരെ വന്ന് ഉറങ്ങി. അപ്പോൾ അടുത്ത ദിവസമാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റിമി ചേച്ചി ആദ്യമായിട്ട് തോന്നുന്നുണ്ട് 2 ഡ്രസ് തൃശ്ശൂർക്ക് തോന്നുന്നുണ്ട് ഈ ഗാനമേള. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടേക്ക് വന്നത്, നമ്മുടെ അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.